ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മസിൽ റിലാക്സൻസ്, അതോടൊപ്പം നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ വരുന്ന ഏതൊക്കെ ഡ്രഗ്സ് ആണ്. ഇത് നമ്മൾ അടുത്തത് പറയുന്നതെന്ന് പറയുന്നത് ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ വരുന്ന ഡ്രഗ് ആയിട്ടുള്ള സക്സിനൈൽ കോളിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ്. നമ്മൾ ഓൾറെഡി മസിൽ റിലാക്സൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ് എന്നും നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ സക്സിനൈൽ കോളിൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ് ആണ്. ദെൻ അവൈലബിൾ ഇൻ വയൽ ആസ് 50 mg/ml. ഇത് 1 ml 50 mg ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് 10 ml വയലിലായിട്ടും അവൈലബിൾ ആണ്, അതോടൊപ്പം 2 ml ആംബ്യൂൾ ആയിട്ടും നമുക്ക് കോളിൻ കിട്ടുന്നതായിരിക്കും. ദെൻ ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് 1 to 2 mg/kg. അതായത് പേഷ്യന്റിന്റെ 1 കിലോയ്ക്ക് 1 to 2 mg ആയിരിക്കും സക്സിനൈൽ കോളിൻ ഇഞ്ചക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റോർ അറ്റ് 4 degrees Celsius. 4 degrees Celsiusലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ റെഫ്രിജറേറ്റഡ് ആയിരിക്കും വെച്ചിരിക്കുന്നത്, പുറത്തെ ടെമ്പറേച്ചറിലായിരിക്കില്ല നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, നമ്മൾ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് ആക്ഷൻ സംഭവിക്കുന്നത് എന്നതിനെയാണ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. 30 to 60 seconds. അതായത് 30 മുതൽ 60 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആക്ഷൻ കിട്ടുന്നതായിരിക്കും സക്സിനൈൽ കോളിൻ ഇഞ്ചക്ഷന്റെ. ഓൾറെഡി നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ അതായത് 60 seconds കൊണ്ട് ഉണ്ടാകുന്നത് റൊക്രോണിയം ബ്രോമൈഡ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവർ അതോടെ ചെന്നൊന്ന് കണ്ടു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയേണ്ടത് വേണം കേട്ടോ. ഇനി നമുക്ക് ഡ്യൂറേഷൻ നോക്കാം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 minutes ആണ്. യൂസ്ഡ് ഇൻ റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ. റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സക്സിനൈൽ കോളിൻ കൂടുതലും ഉപയോഗിക്കുന്നത്. റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ അതോടൊന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഡു നോട്ട് റിക്വയർ റിവേഴ്സൽ. ഇനി നമുക്ക് മെറ്റബോളിസം നോക്കാം. മെറ്റബോളൈസ്ഡ് ഇൻ പ്ലാസ്മ ബൈ സീഡോകോളിനെസ്റ്ററേസ് വിച്ച് ഈസ് സിന്തസൈസ്ഡ് ഇൻ ലിവർ. അങ്ങനെയാണ് മെറ്റബോളിസേഷൻ നടക്കുന്നത്. ദെൻ യൂസ്ഡ് ഫോർ ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷൻ. ഡിഫിക്കൽട്ട് ഇൻറ്റുബേഷനും നമുക്ക് കോളിൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സിസ്റ്റമിക് എഫക്ട്സ് എന്ന് പറയുന്നത് ഹൈപ്പർ കലീമിയ ഒക്കേഴ്സ് ഡ്യൂ ടു എക്സസീവ് മസിൽ ഫാസിക്കുലേഷൻസ്. ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് വെൻട്രിക്കുലർ അരിത്മിയാസ്. ദെൻ CNS ഇൻക്രീസ് ICT. ICTയുടെ ഫുൾ ഫോം ആണ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഐക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇൻക്രീസസ് IOT. IOT ആണ് കേട്ടോ, LOT അല്ല, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഇൻട്രാ ഓക്കുലർ ടെൻഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദെൻ GIT ഇൻക്രീസസ് ഇൻട്രാ ഗാസ്ട്രിക് പ്രഷർ ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓഫ് അബ്ഡോമിനൽ മസിൽസ് ഇൻക്രീസസ് സെക്രീഷൻ. ഇതിന്റെ ഫുൾ ഫോം അറിയാലോ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്ത് സിസ്റ്റമിക് എഫക്റ്റ് ആണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ന്യൂബോൺസ് ആൻഡ് ഇൻഫൻസ്. Newborns and infants have regenerating nerves, have extra junctional receptors making suxamethonium to act on more receptors producing more hyperkalemia. Then prolonged apnea after succinyl choline. Succinyl choline കൊടുത്തു കഴിഞ്ഞാൽ prolonged apnea നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. It can be because of low pseudocholinesterase അല്ലെങ്കിൽ atypical pseudocholinesterase and phase second block. അതായത് phase second ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സക്സിനൈൽ കോളിന്റെ ഡോസേജ് എക്സസീവ് ആയി അല്ലെങ്കിൽ കൂടിപ്പോയി എന്നത് കാരണം ഉണ്ടാകുന്നതാണ് ഈ phase second ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡോസേജ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 mg/kg. നമുക്ക് ഓൾറെഡി നമ്മൾ ഡോസ് പറഞ്ഞതാണ് 1 to 2 mg/kg ആണ് ഡോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു 5 mg/kg എന്ന രീതിയിൽ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ, പേഷ്യന്റ് 500 mg ഡ്രഗ് പോയി കഴിഞ്ഞാൽ അത് കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുന്നതാണ് phase second ബ്ലോക്ക് എന്ന് പറയുന്നത്. കോളിൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഈ കോഷനിലൂടെ പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എക്സാമിന് എഴുതണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതൊന്ന് വായിച്ചു തരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിലീസ് ഓഫ് ഇൻട്രാസെല്ലുലർ K+, അതായത് പൊട്ടാഷ്യം ആണ്, ഇൻടു ദ circulation causing hyperkalemia may cause cardiac irregularities. Cardiac irregularities ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. Then fasciculation by itself increases the intra-abdominal pressure in the stomach, regurgitation of contents and may lead on to pulmonary aspiration, severely burned patient, severely crushed injuries.
അപ്പൊ ബേൺസ് ഉള്ള പേഷ്യൻസിനൊന്നും നമ്മൾ സക്സിനിക്കോളിൻ ഉപയോഗിക്കാറില്ല. അപ്പൊ അതൊക്കെ കോഷൻസിലായിട്ട് വരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. എക്സാമിന് എഴുതണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ പഠിച്ചെഴുതുകയാണെങ്കിൽ അതുകൂടെ ബെറ്റർ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.